എനിക്ക് ഭയങ്കര ക്രേസൊന്നും ഇല്ലായിരുന്നു ആക്ച്വലി. ഒരു ഭയങ്കരമായിട്ടുള്ള വണ്ടി പ്രേമിയൊന്നുമല്ല ഞാൻ. പക്ഷേ വണ്ടി എടുക്കണം, സ്വന്തമായിട്ടൊരു കാർ എടുക്കണം, ഒരു പുതിയ വണ്ടി എടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള സാധാരണ ഒരാളാണ്. അതിന് വണ്ടിക്ക് വേണ്ടി ഭയങ്കരമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് ഇപ്പോഴും. വാഹനങ്ങളെക്കുറിച്ച് എന്ത് ചോദിച്ചാലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന, ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് ഒരു ഓംനി ആയിരുന്നു. അച്ഛൻ ചെറുപ്പത്തിൽ ഞാൻ ആദ്യമായിട്ട് കണ്ട വണ്ടി ഓംനി ആയിരുന്നു. അത് ചെറിയ 5-6 വയസ്സൊക്കെ ഉള്ളപ്പോൾ അന്ന് ഓംനി ഭയങ്കര ട്രെൻഡായിരുന്നു ആ സമയത്ത്. ഈ സൈഡിലത്തെ ഡോറൊക്കെ തുറന്നിട്ട് എൻ്റെ അച്ഛനൊരു ഇങ്ങനെ വാഹനങ്ങളോടൊക്കെ ഭയങ്കര ഡ്രൈവിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അന്ന് ഒമ്നി ഉണ്ടായിരുന്ന സമയത്ത് വയനാട് നിന്ന് ട്രിവാൻഡ്രം വരെ ഒറ്റയ്ക്ക് പുള്ളി ഓടിച്ചൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ഓടിച്ച് തിരിച്ചും പോകുമായിരുന്നു അത്ര ഒമ്നി വെച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡ്രൈവറാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ അച്ഛൻ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആൾട്ടോയിലേക്ക് വന്നു, പിന്നെ ഡിസയർ വാങ്ങിച്ചു. അങ്ങനെ 3-4 വണ്ടികൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടി Volkswagen വെൻഡോ ആണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു മീഡിയം ഒരു സെഗ്മെൻറ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് കാർസ് ഇത് തന്നെയാണെന്ന് തോന്നുന്നു. വീണ്ടും ഇതിൻ്റെ കൂടെ തന്നെ കോമ്പറ്റീറ്ററായിട്ട് ഹോണ്ട സിറ്റി ഒക്കെ ഉണ്ടെങ്കിലും ഏറ്റവും സോളിഡ് ആയിട്ടുള്ള വണ്ടി Volkswagen വെൻഡോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ Volkswagen വെൻഡോ നല്ലൊരു വണ്ടി തന്നെയാണ്. പക്ഷേ ഇനിയും പുതിയൊരു വണ്ടി വാങ്ങണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. എനിക്ക് സിറ്റി ഡ്രൈവ് നോക്കിയാലോ എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഹോണ്ട സിറ്റി പുതിയ 2017 മോഡൽ നല്ല റിവ്യൂസാണ് കിട്ടുന്നത് ഹോണ്ട സിറ്റിയുടെ പുതിയ മോഡലിനെ കുറിച്ച്. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ സിറ്റി ഇപ്പോൾ ഇന്നലെ ഞാൻ ഷോറൂമിലൊക്കെ പോയി വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ സിറ്റി ചിലപ്പോൾ അടുത്ത് തന്നെ വാങ്ങാൻ സാധ്യതയുണ്ട്. പിന്നെ 2 വീലേഴ്സിനോട് എനിക്ക് വലിയ ക്രേസ് ഇല്ല ആക്ച്വലി. 2 വീലേഴ്സ് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ ആക്റ്റീവയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ 2 വീലേഴ്സിനോട് വലിയ ഇഷ്ടമില്ല. എൻ്റെ അച്ഛൻ ഭയങ്കര 2 വീലർ ഫാനായിരുന്നു. പുള്ളി SD ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് SD ഒക്കെ എടുത്ത് പിന്നെ രാജ്ദൂത് RH100 ഒക്കെ എടുത്ത് കറങ്ങി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പിന്നെ ഇനി അങ്ങോട്ട് ഇനി ഡ്രീം കാർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രീമിയം സെഗ്മെൻറ്റിലേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ നമുക്കുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വെച്ചിട്ട് നമുക്കതൊന്നും ട്രൈ ചെയ്യുന്നത് ഭയങ്കര അഹങ്കാരമായി പോകും. ഇനി അങ്ങോട്ട് ഒരു 5-6 വർഷമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ പ്രീമിയം കാറുകളിലേക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. SUVനോടാണ് എനിക്ക് ഭയങ്കര താല്പര്യം. ഈ ഓഡിയുടെയൊക്കെ SUV മോഡൽസിനോട് ഭയങ്കര താല്പര്യമുണ്ട്. പിന്നെ വിനീതേട്ടൻ്റെ മെഴ്സിഡസ് ബെൻസ് ഹാച്ച് ബാക്ക് മോഡൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള വണ്ടിയാണ്. നമ്മൾ ചെന്നൈ പോലത്തെ, ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ചെന്നൈയിലാണ് താമസിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് മുതൽ ചെന്നൈയിലാണ് സെറ്റിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെന്നൈ പോലത്തെ ഒരു സിറ്റിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാച്ച് ബാക്ക് മോഡൽ എന്നുള്ള രീതിയിൽ ആ വണ്ടി ഭയങ്കര രസമുള്ളൊരു വണ്ടി, ക്യൂട്ടായിട്ടുള്ളൊരു വണ്ടിയാണ്. വലിയ വണ്ടികൾ ഭയങ്കര പാടായിരിക്കും സിറ്റിയിലൊക്കെ ഓടിക്കാനല്ല. അപ്പോൾ ഡ്രീം കാർ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ്, വലിയ SUV പ്രീമിയം സെഗ്മെൻറ്റ് SUVs ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ബാക്കി ഇപ്പോൾ കറൻ്റ്ലി അടുത്ത വണ്ടി ഹോണ്ട സിറ്റി ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. ക്രേറ്റയെ കുറിച്ച് നല്ല അഭിപ്രായമാണ് കേൾക്കുന്നത്. ഹ്യുണ്ടായി ക്രേറ്റ, വിറ്റാറ ബ്രസ നല്ല വണ്ടിയാണെന്ന് കേൾക്കുന്നു. അതിൻ്റെ കളർ ക്രേറ്റയുടെ ഒരു ഫേസ് ലിഫ്റ്റ് മോഡൽ വരുന്നുണ്ട്, മൾട്ടി കളറൊക്കെ ആയിട്ടുള്ളത്. ബ്രസയുടെ അത് മൾട്ടി കളർ ഭയങ്കര രസമാണ്. അതിൻ്റെ ഒരു യൂത്ത് പെപ്പി മോഡലാണ് ആ വണ്ടിയുടെ. പിന്നെ അപ്പോൾ ആ സെഗ്മെൻറ്റിൽ എല്ലാ വണ്ടികളും ഒരുവിധം ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. ഹോണ്ട സിറ്റിനോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നിയത്.